കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ചില നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ്. അവർണിക കിഷോറിന്റെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. ഇത്രയും നാളും തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിഷോർ എന്നുള്ള സത്യം അവർണിക തിരിച്ചറിയുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അവർണികയും ഗീതാഞ്ജലിയും നേർക്ക് നേർ കണ്ടുമുട്ടുകയാണ്. പിന്നീട് ഗീതാഞ്ജലി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ വരുണിനെയും രാധികാമ്മേനെയും ഗോവിന്ദ് പഞ്ഞിക്കിടുന്നുണ്ടായിരുന്നു. രാധികയും വരുണും തമ്മിലുള്ള സംഭാഷണം ഗോവിന്ദ് കേട്ടിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് നേരെ വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം അമ്മ രഞ്ജുവിനോട് ആ ക്രൂരത ചെയ്ത എന്തിനാന്നുള്ള കാര്യം. ഇത് കേട്ടതും വരുണെന്ന് ഞെട്ടിത്തരിച്ചിരിക്കുക. തീർന്നു, ഇതോടുകൂടി അറക്കൽ കുടുംബത്തിൽ നിന്ന് തങ്ങൾ പുറത്താവും. എന്റെ ഭഗവാനെ, എന്ത് ചെയ്യുന്ന ഓർത്തിരുന്ന് കഴിയുമ്പത്തേനും പറഞ്ഞു, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തത്. എന്റെ സ്നേഹം വേറെ ആർക്കും പകുത്തു പോകുന്ന അമ്മക്ക് ഇഷ്ടമില്ല, അതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും രാധികാമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. പക്ഷെങ്കിൽ ഒരു കാര്യം ഗോവിന്ദ് പറഞ്ഞു, അല്ല അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാ ഗീതുവിന്റെ തലയിലേക്ക് ഈ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചേ? ഇതൊന്നും അറിയത്തില്ലാതെ പാവ ഒരു പെണ്ണിലെ ഗീതു. അല്ലെങ്കിലും ഗീതുവിന് അമ്മേനെ പണ്ടേ സംശയമുള്ള ആ സംശയം ഒന്നുകൂടെ ബലപ്പെടുകയല്ലേ ചെയ്യുന്നേ. എന്നോട് രഞ്ജു സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ കള്ളത്തരം മറച്ചു വെക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് വീണെടുത്ത് കിടന്ന് ഉള്ളുവാണ് രാധികാമ്മ. അത് കണ്ണ, നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് വേറെ ആരും നിന്നെ സ്നേഹിക്കുന്നേ അതെനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് തടി ഊരുവാണ്. വരുണിനാണെങ്കിൽ മുഖത്തടിയേറ്റ പോലെയായി പോയായിരുന്നു. എന്തെങ്കിലും കാര്യം ഗോവിന്ദേണ്ണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി താനും അമ്മയും പുറത്താവൂന്ന് അറിയാം. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് നിൽക്കുന്നേ. പക്ഷെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന അവർണിക്കാണെങ്കിൽ ആ രഹസ്യ വിവരം കൊണ്ടേ കൊടുക്കുന്ന രാധികാമ്മയാണ്. രാധികാമ്മ കൊണ്ടേ കൊടുക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല, കിഷോർ ഹോട്ടൽ റൂം എടുത്ത കാര്യമാണ്. റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ കിഷോർ മാത്രമല്ല, വൈഫ് എന്ന പേരിൽ ഒരാളും കൂടെ ഉണ്ട് കിഷോറിന്റെ കൂടില്ല. അങ്ങനെ 2 പേരുടെ പേരിലാണ് കിഷോർ റൂം എടുത്തേക്കുന്നത്. അങ്ങനെ റൂം എടുത്തതിന്റെ തെളിവ് കൊണ്ടേ രാധികാമ്മ അവർണയുടെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം അവർണയ്ക്ക് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് പോവാണ്. രാധികാമ്മ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു കിഷോറിനെ വിശ്വസിക്കരുത്, കിഷോറും ഗീതവും തമ്മിൽ അഴുതാത്ത ബന്ധമുണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലോ, ഇപ്പൊ വിശ്വാസമായില്ലെന്ന് ചോദിക്കുകയാണ്. അവർണയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. താൻ ഇത്രയും കാലം തന്റേതെന്ന് മാത്രം കരുതി സ്നേഹിച്ചിരുന്ന കിഷോറ തന്നെ ഇപ്പൊ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഗീതുവത്ത് ഒരു റൂമിൽ കഴിഞ്ഞിട്ട് ഒന്നും അറിയത്തില്ലാതെ തന്റെ അടുത്ത് വന്നത്. ആ ചന്ദനത്തിന്റെ മണം കിട്ടിയ താൻ സംശയിച്ചാണ്. അത് മാത്രമല്ല, കിഷോറിന്റെ ഷർട്ടില് പൊട്ടുണ്ടായിരുന്നു. അതപ്പോ ഗീതുവിന്റെ പൊട്ടായിരിക്കണം. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് തന്നോട് സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതും താൻ പ്രഗ്നന്റ് ആയ സമയത്ത്. എങ്ങനെ അവൻ ഈ ചതി തന്നോട് ചെയ്യാൻ തോന്നും? അവർണയ്ക്ക് സഹിച്ചില്ല. അവർണയ്ക്ക് എന്ത് ചെയ്യുവാണ്, നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും രാധികാമ്മ കൊടുത്ത ആ ബില്ലിന്റെ കോപ്പിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് റെസ്റ്റോറന്റിൽ നിന്ന് കൊടുത്തേ. അപ്പൊ തെളിവാണത് കിഷോറിനെ കുടുക്കാനുള്ള. കിഷോർ അവിടെ റൂം എടുത്തെന്നുള്ളതിന്റെ തെളിവായിരുന്നത്. അങ്ങനെ വന്ന് അവർണയെ ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും ശ്രീജയും കിഷോറിന്റെ അമ്മയും കൂടെ വന്നിട്ട്, എന്ത് പറ്റുമോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കുകയാണ്. ഇതിന് മറുപടി ഒന്നും അവർണയ്ക്ക് പറഞ്ഞില്ല. അവർണയ്ക്ക് കട്ട കലിപ്പായിരുന്നു. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായി, അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ വരുവാ. കിഷോർ പതിവിലും വിപരീതമായിട്ട് ഇപ്പൊ എന്നും രാത്രിയിലേ വരാറുള്ളൂ. നേരത്തെ കാലത്തൊന്നും വരാറില്ല. അവർണയെ മൈൻഡ് പോലും ചെയ്യാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർണ ചോദിച്ചു, അല്ല കിച്ചു, നീ ഇത്ര സമയം എവിടെയായിരുന്നു ചോദിക്കണം. അതൊക്കെ നിന്നോട് എന്തിനാ പറയണേ? എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കണം. എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എനിക്കറിയണം. സത്യം പറ, നീ എവിടെയായിരുന്നു പറയണം. അതെ, എനിക്ക് ഇച്ചിരി ഡ്യൂട്ടി കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയണേ. നിനക്ക് എപ്പോൾ നോക്കിയാലും ഈ ഡ്യൂട്ടി ആണല്ലോ, പാതിരാത്രി നിനക്ക് ഡ്യൂട്ടി ആണെന്ന് ചോദിക്കണം. അല്ല, കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയെന്ന് ചോദിക്കണം. നിന്റെ മാഡം വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടുന്ന് പോയല്ലോ, നീ അന്ന് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം. അതെനിക്ക് ഓഫീസിൽ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സത്യം പറ കിഷോറെ, നീ എങ്ങോട്ടാ പോയത്? ഞാൻ പറഞ്ഞല്ലോ, നീ എന്തിനാ ഒരുമാതിരി പോലീസ് മുറയിൽ എന്നെ ചോദ്യം ചെയ്യുന്നേ? നിനക്ക് എന്റെ ആവശ്യമില്ല. അല്ലേലും കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ അവളുടെ സംശയരോഗം. എപ്പൊ നോക്കിയാലും സംശയം മാത്രമേ ഉള്ളൂ. നീ നിന്റെ സംശയം തീർത്തിട്ട് നിന്റെ പാട് നോക്കി പോകാൻ പറയണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിഷോറെ, എന്നെ ചതിക്കാനോ നിന്റെ പ്ലാനെങ്കിലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കൂലെന്ന് പറയണേ. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും അങ്ങ് മനസ്സിലാകുന്നില്ല. അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയെന്ന് നിന്നോട് പറഞ്ഞല്ലോ. ഈ സമയത്ത് ശ്രീജയും കിഷോറിന്റെ അമ്മയും കൂടെ അങ്ങോട്ട് വന്നു. ഡ്യൂട്ടിക്ക് പോയിട്ടാണോ നീ ആ റെസ്റ്റോറന്റില് ആ ഹോട്ടൽ റൂം എടുത്തേക്കുന്നത്? റെസ്റ്റോറന്റ് അല്ല, സോറി, ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നേ. കണ്ടോ,
ഏത് റൂമില് നീ എടുത്തേക്കുന്ന കണ്ട തെളിവുകളാന്ന് പറഞ്ഞ ആ തെളിവുകൾ അങ്ങോട്ട് കാണിക്കുവാണ്. ഇത് കിഷോർ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. കിഷോറാണല്ലോ ഇതെല്ലാം കൊണ്ടേ കൊടുത്തയാള്. പെട്ടെന്ന് കിഷോർ കൃത്രിമ ദേഷ്യം അഭിനയിക്കുകയാണ്. അതെ, വെറുതെ അനാവശ്യം പറയലെന്ന് പറയണം. അനാവശ്യമോ? ഞാൻ പറഞ്ഞാണോ അനാവശ്യം? സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. കിഷോറിന്റെ കള്ളത്തരം കയ്യോടെ പിടിക്കപ്പെട്ടു. അപ്പൊ കിഷോറിനോട് പറയണം, എനിക്കറിയാം നീ ആരുടെ കൂടെ ഊര് ചുറ്റാൻ പോയെന്നുള്ളത്. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ അവർണിക ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. കിഷോറിന് സമാധാനമേ. തന്റെ രണ്ടാമത്തെ ദൗത്യം അങ്ങനെ വിജയിച്ചിരിക്കുന്നു. അവർണികയുടെ ഉള്ളിൽ സംശയങ്ങളായി. പിന്നീട് അവർണിക പറഞ്ഞു, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാ നീ. ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവർണിയും കൊണ്ട് പോവാണ്. ഈ സമയത്ത് താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുവാണ് കിഷോറിന്റെ അമ്മയും ശ്രീജയും കൂടെ. അവർക്ക് എന്താന്ന് പോലും മനസ്സിലായില്ല. ഒരു കാര്യം ഉറപ്പായി, കിഷോർ ഏതോ കുടുക്കി ചെന്ന് പെട്ടിട്ടുണ്ട്. അവര് പക്ഷെ ഗീതുവിന്റെ കുടുക്കിലാണോ, ഗീതുവായിട്ട് അവൻ ഇനി പഴയ വല്ല ബന്ധങ്ങളും ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കിഷോറിനെ മാറ്റിയെടുത്തിക്കൊണ്ട് പോയിട്ട് ശ്രീജി ചോദിച്ചു, ഏട്ടാ അവർണ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ചേട്ടനും ഗീതു ചേച്ചിയും തമ്മിൽ പോയി മുറിയെടുത്താരെന്ന് ചോദിക്കും. അല്ല ശ്രീജ, നീ എന്തൊക്കെയാ പറയണേ? എനിക്കറിയാട്ടാ, എന്തോ ഇത് കാര്യമുണ്ട്. ഒരു കാര്യമില്ലാതെ അവർണ ചേച്ചി ഇങ്ങനെയൊന്നും പറയത്തില്ല. അല്ല തന്നെ ഓർത്തു വയ്ക്കേ, ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർണ ചേച്ചിക്ക് ഇപ്പൊ സന്തോഷം കൊടുക്കുന്ന സമയത്താ ഏട്ടൻ കയറി വരുന്ന എപ്പോഴാ? പാതിരാത്രിയില്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? പെട്ടെന്ന് കിഷോറിന്റെ അമ്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞു. പക്ഷേങ്കില് നീ എന്തെങ്കിലും ഇനി ഇതുപോലെ തന്നെ നിനക്ക് മുന്നോട്ട് പോകാനെങ്കിൽ നിന്റെ ഉദ്ദേശമെങ്കിൽ ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്നില്ല കിഷോറെ. ഒരിക്കലും ഞങ്ങൾ ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയാണ്. ഗീതുവായിട്ട് എന്തെങ്കിലും ബന്ധം നിനക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഇവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കുന്ന നല്ലതെന്ന് പറയാം. എല്ലാം കേട്ട് വെച്ചുമ്പോൾ കിഷോർ പറഞ്ഞു, അതെ, കൂടുതൽ എന്റെ കാര്യത്തിൽ ആര് ഇടപെടണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അറിയാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗീതു എന്ത് ചെയ്യാണ്, രാത്രി ഗോന്ന് നല്ല ഉറക്കമാണ്. ഉറങ്ങുന്ന സമയത്ത് ഫോൺ കൈക്കലാക്കണം. എങ്കിൽ മാത്രമേ ധ്യാനിന്റെ നമ്പർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ പാതിരാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ഗോവിന്ദ് ഉറങ്ങുവാണ്. കുറെ കഴിയുമ്പോൾ ഫോൺ ഇങ്ങനെ കൈക്കലാക്കുവാണ്. ഫോൺ കൈക്കലാക്കിയെടുത്ത് ഫേസ് ലോക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയത്താണ് കറണ്ടും പോയി. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഫേസ് ലോക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ വെട്ടമില്ലാത്തോണ്ടാണോ ലോക്ക് മാറാത്തെ? ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്ങാനും ഗോവിന്ദേട്ടന് ഉണർന്നിട്ടുണ്ടെങ്കിൽ തന്റെ പണി മുഴുവൻ പാളും. അങ്ങനെ നോക്കിയിരുന്ന് കുറെ സമയം ഇരുന്നു. പിന്നീട് ഗീതു എന്ത് ചെയ്യാ, ആ മൊബൈലിന്റെ വെട്ടം അങ്ങ് തെളിച്ചു ഗോവിന്ദിന്റെ മുഖത്തേക്ക് പിടിക്കുകയാണ്. അങ്ങനെ ഫേസ് ലോക്ക് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ വെട്ടം അങ്ങ് അടിച്ചു പിടിച്ചു. ഗോവിന്ദ് ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ മൊബൈലിലേക്ക് നോക്കണമെന്ന് ഒരുമിച്ചായിരുന്നു. ഗീതു ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഗോവിന്ദന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന പെട്ടെന്നൊരു അന്താളിപ്പ് ഗീതുവില് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അവർണിക ഗീതുവിനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാണ്. അപ്പൊ ഗീതുവിന് മനസ്സിലായി എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർണിക തന്നെ കാണണമെന്ന് പറഞ്ഞേ. പക്ഷെ കിഷോറുമായിട്ടുള്ള ഈ പ്രശ്നമാണെന്ന് സ്വപ്നത്തിൽ പോലും ഗീതു വിചാരിക്കുന്നില്ല. അങ്ങനെ അവർണിക ഗീതുവിനെ കാണാൻ ചെല്ലുവാണ്. ഗീതുവിനെ കാണാൻ ചെല്ലുമ്പോൾ ഗീതു ചോദിച്ചു, എന്താ അവർണിക, എന്താ എന്നെ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അവനെ ഗീതനോട് പറഞ്ഞു, അതെ, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഗീതാഞ്ജലിക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയാ, എനിക്ക് എന്റെ കിഷോറിനെ തിരിച്ചു വേണമെന്ന് പറയാം. ഇത് കേട്ടതും ഗീതൊരു ഞെട്ടലുണ്ടായി. അവർണിക എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും നാളും എന്റെ കൂടെ ചേർന്ന് എന്റെ ഫ്രണ്ടായിട്ട് നടിച്ച് എന്നെ ചതിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ എന്ന് പറയുവാണ്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഗീതാഞ്ജലി, അവർണിക, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഞാനും കിഷോറും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയണ്ട ഗീതാഞ്ജലി, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പക്കല് തെളിവുകളും ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എന്ത് മറുപടി പറയാമെന്നില്ല ഗീത നിൽക്കുവാണ്. ഇനിയിപ്പോ സത്യങ്ങളൊക്കെ തുറന്നു പറയണോ വേണ്ടെന്ന്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന ഗീത സത്യങ്ങളൊക്കെ തുറന്നു പറയാം അവർണികയോട്, കിഷോറിന്റെ കള്ളത്തരങ്ങളൊക്കെ. പിന്നീട് കിഷോറിനെ പൊളിച്ചെടുക്കാനായിട്ട് അവർണിക ഒരു വരവ് വരുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.